Hello students, welcome to lesson 3.33 in professional business skills. In this lesson, we will try to understand the applications of artificial intelligence in business. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്താണ് അതിനെക്കുറിച്ചൊരു ഇൻട്രഡക്ഷൻ പഠിക്കുകയുണ്ടായി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് ചില എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ ഈ എക്സാമ്പിൾസ് പലതും ബിസിനസ് രംഗവുമായി ബന്ധപ്പെട്ട എക്സാമ്പിൾസ് ഉണ്ടായിരുന്നു. സ്പെസിഫിക് ആയിട്ട് ഇത്തരം എക്സാമ്പിൾസിലൂടെയും അല്ലാതെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ബിസിനസ്സിൽ എന്താണ് റോൾ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പ്രധാനമായിട്ടും ബിസിനസ്സിൽ ഡിസിഷൻ മേക്കിംഗ്, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, മാർക്കറ്റിംഗ്, സെയിൽസ് ഇങ്ങനെയുള്ള രംഗങ്ങളിലാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ആപ്ലിക്കേഷൻ നമുക്ക് വരുന്നത്. അപ്പൊ ഏതെല്ലാം രീതിയിലാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബിസിനസ്സിൽ അപ്ലൈ ചെയ്യപ്പെടുന്നത് നമുക്ക് നോക്കാം. ആദ്യത്തേത് സെയിൽസ് ഫോർകാസ്റ്റിംഗ്. നേരത്തെ സൂചിപ്പിച്ച പോലെ പലപ്പോഴും ബിസിനസ്സിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നതാണ് സെയിൽസ്, അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ സംസാരിക്കപ്പെടുന്ന മാർക്കറ്റിംഗ്. സെയിൽസ് മാർക്കറ്റിംഗ് പ്രാധാന്യം വരുന്നത് ബിസിനസിന്റെ റവന്യൂ, വരുമാനം ഉണ്ടാകുന്നത് മിക്കവാറും സെയിൽസ് മാർക്കറ്റിംഗിലൂടെയാണ്. അപ്പൊ അതുകൊണ്ടാണ് സെയിൽസ് മാർക്കറ്റിംഗ് ഏത് ബിസിനസ് രംഗത്തും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു മേഖലയെ നിലകൊള്ളുന്നത്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എങ്ങനെ ഈ രണ്ട് മേഖലകളെ സ്വാധീനിക്കുന്നു എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ആദ്യത്തെ കാര്യം തന്നെ നമുക്കറിയാം, പ്രധാനപ്പെട്ട കാര്യം തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലൂടെ നമുക്ക് ഒരുപാട് ഡേറ്റ പ്രോസസ്സ് ചെയ്യാൻ സാധിക്കും. നമ്മൾ വളരെയധികം ഡേറ്റയാണ് പ്രോസസ്സ് ചെയ്തെടുക്കുന്നത്. അപ്പൊ ഈ പ്രോസസ്സ് ചെയ്തെടുക്കുന്ന ഡേറ്റ, കസ്റ്റമറെ കുറിച്ചുള്ള ഡേറ്റയുണ്ട്, നമ്മളുടെ മാർക്കറ്റിലെ നമ്മളുടെ പ്രൊഡക്ട്സ് എത്ര ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നു, സ്റ്റോക്കുകൾ എത്രയാണ്, സ്റ്റോക്കുകൾ എത്ര കുറയുന്നു, എത്ര സ്റ്റോക്ക് ബാലൻസ് ഉണ്ട്, ഇത്തരം കാര്യങ്ങളും പഠിക്കുന്നു. ഇതുകൂടാതെ നമ്മുടെ മെഷീനറിക്ക് എത്ര, അല്ലെങ്കിൽ നമ്മുടെ പ്ലാന്റിന് എത്ര പ്രൊഡ്യൂസ് ചെയ്യാനാകും, പ്രൊഡ്യൂസ് ചെയ്യാനുള്ള മാക്സിമം കപ്പാസിറ്റിയുടെ എത്രയിലാണ് ഇപ്പോൾ പ്ലാന്റ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, ഇങ്ങനെ ഒരു പിടി ഇൻഫർമേഷൻ ആണ് നമുക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലൂടെ നമുക്ക് കിട്ടുന്നത്. കസ്റ്റമർ സൈഡിൽ നിന്ന് കിട്ടുന്നു, സ്റ്റോക്കിസ്റ്റ് സൈഡിൽ നിന്ന് കിട്ടുന്നു, ഒപ്പം നമ്മുടെ പ്ലാന്റിന്റെ സൈഡിൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റിയുമായി ബന്ധപ്പെട്ടൊക്കെ കിട്ടുന്നു. അപ്പൊ ഇത്തരം വാസ്റ്റ് അമൗണ്ട്സ് ഓഫ് ഡാറ്റ സാധാരണ രീതിയിൽ ഒരു മനുഷ്യനെ കൊണ്ട് പ്രോസസ്സ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഒരു ടീമിനെ കൊണ്ട് പോലും മാനുഷികമായി പ്രോസസ്സ് ചെയ്തെടുക്കുക സാധ്യമല്ല. അത് മാത്രമല്ല, വിവിധ കോമ്പിനേഷനുകളിൽ നമുക്ക് കാര്യങ്ങൾ ഫോർകാസ്റ്റ് ചെയ്തെടുക്കാൻ നമുക്ക് സാധിക്കും. പല കോമ്പിനേഷനുകളിലൂടെ ഇപ്പൊ സ്റ്റോക്ക് കൂടുതൽ പുഷ് ചെയ്താൽ അതവിടെ കെട്ടിക്കിടക്കുക, അതല്ലെങ്കിൽ പോകുമെന്ന് കഴിഞ്ഞ വർഷങ്ങളുടെ ഡേറ്റ നോക്കിയാൽ നമുക്കറിയാം. പ്ലാന്റിന്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി കൂട്ടണമെങ്കിൽ ഇപ്പോഴത്തെ നിലയിൽ സാധിക്കുമോ? കാരണം റോ മെറ്റീരിയൽ അതനുസരിച്ച് കൂടുതൽ കൊണ്ടുവരേണ്ടി വരും. അപ്പൊ അതിന്റെ പേ ഔട്ട് എത്രയായിരിക്കും? അപ്പൊ ആ കാര്യങ്ങൾ നമുക്ക് അവിടെ ഫോക്കസ് ചെയ്യാം. ഇത് കൂടാതെ കസ്റ്റമറുമായി ബന്ധപ്പെട്ടുള്ള സൈഡിൽ നിന്നുള്ള ഡേറ്റ നമുക്കറിയാം. മാർക്കറ്റിലെ കോമ്പറ്റീഷൻ സംബന്ധിച്ചുള്ള ഡേറ്റ നമുക്കറിയാൻ സാധിക്കും. അപ്പൊ നമ്മൾ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്താലും കസ്റ്റമർ വാങ്ങിച്ചുകൊള്ളുന്നതിൽ അതിന് അഡ്വർടൈസിംഗ് സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ അതിന് കോസ്റ്റ് എത്ര വരും? അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം കൂടെ കൂട്ടിയും കഴിച്ചും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലൂടെ നമുക്ക് കണക്കെടുക്കാൻ സാധിക്കും. അതിലൂടെ പല മോഡലുകളിൽ സെയിൽസ് എത്രയായിരിക്കും എന്ന് നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യാൻ സാധിക്കും. സെയിൽസ് എത്രയാണ് എന്ന് ഫോർകാസ്റ്റ് നമുക്ക് കിട്ടുന്നതനുസരിച്ച് വേണം നമുക്ക് ബാക്കി കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ. ഷിഫ്റ്റ് ഒരെണ്ണം കൂടി ഓടിക്കണോ? അപ്പൊ അതിന്റെ മാൻ പവർ കോസ്റ്റ് എത്ര വരും, ഇലക്ട്രിക്കൽ കോസ്റ്റ് എത്ര വരും, റോ മെറ്റീരിയൽസിന്റെ കോസ്റ്റ് എത്ര വരും, ട്രാൻസ്പോർട്ടേഷൻ കൂടുതൽ അറേഞ്ച് ചെയ്യേണ്ടി വരും. ഇത് ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്. അപ്പൊ സെയിൽസ് കൂടുന്നതനുസരിച്ച് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് കമ്മീഷൻ കൂടുതൽ കൊടുക്കേണ്ടി വരും. സെയിൽസിന്റെ റിയലൈസേഷൻ നമ്മൾ ക്രെഡിറ്റിനാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 3 മാസത്തിൽ കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ ക്രെഡിറ്റ് ടേംസ് നമുക്ക് വരുന്നത്. പക്ഷേ ഡിസ്ട്രിബ്യൂട്ടർ കമ്മീഷൻ ചിലപ്പോൾ ഉടനെ കൊടുക്കേണ്ടി വരും. അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ സെയിൽസ് ഫോർകാസ്റ്റ് നടത്തുന്നതിനും അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിനും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മളെ സഹായിക്കും. അടുത്തത് സുപ്പീരിയർ സർവീസ് അറ്റ് അഫോർഡബിൾ കോസ്റ്റ്. സുപ്പീരിയർ സർവീസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലൂടെ നമുക്ക് അറിയാൻ സാധിക്കും. നമ്മൾ കഴിഞ്ഞ തവണ ചാറ്റ് ബോർഡുകളുടെ കാര്യം ഡിസ്കസ് ചെയ്തു, HDFC ബാങ്കിന്റെ കാര്യം ഡിസ്കസ് ചെയ്തു, IRCTCയുടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ചാറ്റ് ബോർഡുകൾ ചെയ്യുന്ന ഒരു വലിയ കാര്യം, നിരന്തരമായി വരുന്ന, തുടർച്ചയായിട്ട് വരുന്ന ഒരേപോലെയുള്ള ക്വസ്റ്റ്യൻസിന് അവർ വളരെ കറക്റ്റായിട്ട് ആൻസർ തന്നുകൊണ്ടിരിക്കും. അടുത്ത ട്രെയിനിന്റെ സമയം എപ്പോഴാണ്, ബാംഗ്ലൂർക്ക് അടുത്ത ട്രെയിനിന്റെ സമയം എപ്പോഴാണ്, കൃത്യമായിട്ട് അത് ടൈം ടേബിളും സ്കാൻ ചെയ്യും, ഇപ്പോഴത്തെ ടൈമും സ്കാൻ ചെയ്യും, റിപ്ലൈ നിങ്ങൾക്ക് തരും. ആ ട്രെയിനിൽ എത്ര സീറ്റുകളുണ്ട്, ഇപ്പോഴത്തെ ബുക്കിംഗ് പൊസിഷൻ സ്കാൻ ചെയ്യും, ട്രെയിനിന്റെ നമ്പർ വെച്ച് സ്കാൻ ചെയ്യും, മെയിൽ ഫീമെയിൽ ആണോ എന്നുള്ളത് നിങ്ങളുടെ നോക്കും, എന്നിട്ട് നിങ്ങൾക്ക് റിപ്ലൈ തരും. വളരെ ഈസി ആയിട്ട് റൊട്ടീൻ ക്വസ്റ്റ്യൻസ് വളരെ ഈസി ആയിട്ട് നമുക്ക് ട്രെയിൻ ചെയ്യാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ടൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇത്തരം ക്വസ്റ്റ്യൻസിന്റെ ആൻസർ 24/7 റൗണ്ട് ദ ക്ലോക്ക് എപ്പോഴും ഒരു മടുപ്പും കൂടാതെ കസ്റ്റമേഴ്സിന് കിട്ടും. എപ്പോൾ ചോദിച്ചാലും നിങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടുക. സ്വാഭാവികമായിട്ട് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്. നിങ്ങൾക്ക് എപ്പോൾ ചോദിച്ചാലും നിങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ. അല്ലാതെ നിങ്ങൾ പലപ്പോഴും ചില സ്ഥാപനങ്ങളൊക്കെ വിളിക്കുമ്പോൾ 9:30 തൊട്ട് 5:30 വരെ വിളിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിനുശേഷം ഒരു വിവരം അറിയണമെങ്കിൽ നിങ്ങൾക്ക് ടെൻഷൻ. അടുത്ത ദിവസം രാവിലെ 9:30 വരെ കാത്തിരിക്കണം. അറിയാൻ വേറൊരു മാർഗ്ഗമില്ല. ഇതങ്ങനെ ഒരു പ്രശ്നമല്ലേ? എപ്പോൾ വിളിച്ചാലും നിങ്ങൾക്ക് മറുപടിയാണ്. അപ്പൊ അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സാറ്റിസ്ഫാക്ഷൻ കൂടുന്ന ഒരു കാര്യമാണ്. അങ്ങനെ സൈഡിൽ ഇരിക്കുന്ന ആൾക്ക് മടുപ്പില്ല, അയാൾ ചായ കുടിക്കാൻ പോയി അതുകൊണ്ട് ഫോൺ ആരും എടുത്തില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. എപ്പോൾ ചോദിച്ചാലും നിങ്ങൾക്ക് മറുപടി. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഇൻക്രീസ്ഡ് ആയി. മറ്റൊന്ന്, നിങ്ങൾക്ക് സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം കോസ്റ്റ് സേവിംഗ് ആണ്. ഒരാളെ ഇരുത്തി
24 മണിക്കൂറും ആൻസർ ചെയ്യിക്കണമെങ്കിൽ മിനിമം 3 പേര് വേണ്ടി വരും. കാരണം ഒരാളുടെ വർക്കിംഗ് ടൈം ഏകദേശം നിജപ്പെടുത്തിയിരിക്കുന്ന 8 മണിക്കൂറായിരിക്കും. അപ്പോൾ 3 ഷിഫ്റ്റ് ആളോ ഓപ്പറേറ്റ് ചെയ്യേണ്ടി വരും. അയാൾക്ക് വേണ്ട സൗകര്യങ്ങൾ, ഇരിക്കാനൊരു സ്ഥലം മുതൽ മുകളിൽ കറങ്ങുന്ന ഫാൻ മുതൽ ലൈറ്റിംഗ് വരെ എല്ലാ സൗകര്യങ്ങളും വേണം കൊടുക്കേണ്ടി വരും. ശമ്പളാനുകൂല്യങ്ങൾ വേറെ. ഓർഗനൈസേഷൻ സംബന്ധിച്ചുള്ളത് കോസ്റ്റ് എഫക്റ്റീവ് ആണ്, കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം കസ്റ്റമറും ഹാപ്പിയാണ്. ഇനി ഇതിനൊരു മറുവശം കൂടിയുണ്ട്. നമ്മൾക്ക് വാല്യബിൾ ആയിട്ടുള്ള മാൻ പവർ ഇത്തരം റൊട്ടീൻ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വിളിക്കാതെ വളരെയധികം ഇന്റലിജൻസ് വേണ്ട കാര്യങ്ങൾക്ക് അവരെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഒരു രോഗിയായ പേഷ്യന്റിന് എമർജൻസി ആയിട്ട് ഒരു യാത്ര ചെയ്യേണ്ട സിറ്റുവേഷൻ, നല്ല ഗർഭിണിയായ ഒരു സ്ത്രീക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് യാത്ര ചെയ്യേണ്ട സിറ്റുവേഷൻ. അപ്പൊ എമർജൻസി കോട്ടയിൽ നിന്ന് ഒരു ടിക്കറ്റ് അവർക്ക് മാറ്റി കൊടുക്കണം. ഇത് ചിലപ്പോൾ ഒരു മെഷീനെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു മെഷീന് ഒരു രോഗിയുടെ രോഗാവസ്ഥ എത്രയാണെന്ന് IRCTയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് ഏജന്റിന് ചിലപ്പോൾ പറയാൻ പറ്റിയിരിക്കില്ല. അവിടെയൊക്കെ നമ്മൾ മനുഷ്യന്റെ ബുദ്ധിശക്തിയും വിവേചനാശക്തിയും ഒരു കാര്യം, ഒരു സാഹചര്യം മനസ്സിലാക്കി ഉചിതമായ തീരുമാനം എടുക്കാൻ. അവർ രോഗിയാണെന്ന് നമുക്ക് ആദ്യം തോന്നണം. അതല്ല, അവരുടെ സർട്ടിഫിക്കറ്റുകൾ നമുക്ക് വായിച്ചു നോക്കണം. അങ്ങനെ അത് പോരാത്തതിന് സീറ്റ് എമർജൻസി കോട്ടയിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റാനുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇതെല്ലാം ചിലപ്പോൾ ഒരു മെഷീനെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. ഇതിനൊരു മനുഷ്യൻ തന്നെ വേണം. നേരത്തെ പറഞ്ഞ റൊട്ടീൻ ആയിട്ടുള്ള ടാസ്കുകളിൽ ആൾക്കാർ മുഴുകിയിരുന്നാൽ നമുക്ക് ഇത്തരം കാര്യങ്ങൾക്ക് ആള് കുറയും. നേരെ മറിച്ച് റൊട്ടീൻ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇതുപോലെ മെഷീനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ കൈവശം മാൻ പവർ ബാലൻസ് ഉണ്ട്. ആ മാൻ പവർ ഇത്തരം ബുദ്ധി, വിവേചനാശക്തി, നമ്മൾക്കൊരു മനുഷ്യനുള്ള കാര്യമാണ് വിവേചനാശക്തി. രണ്ടും കാര്യങ്ങൾ തിരിച്ച് ആലോചിച്ച് പരിശോധിച്ച് അതിൽ ഏതാണ് ഉചിതം എന്ന് മനസ്സിലാക്കി എടുക്കാനുള്ള കഴിവ്. രണ്ട് സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ ഏതാണ് ഉചിതം എന്ന് മനസ്സിലാക്കി എടുക്കാനുള്ള കഴിവ് മനുഷ്യനാണ്. അത്തരം കാര്യങ്ങൾക്ക് നമുക്ക് നമ്മുടെ മാൻ പവറിനെ മാറ്റി നിർത്താം. ഇതും നമുക്ക് സുപ്പീരിയർ സർവീസ് കൊടുക്കാൻ സാധിക്കുന്ന ഒരു രംഗമാണ്. അപ്പൊ ഇതിനാണ് നമ്മൾ പറയുന്നത് സുപ്പീരിയർ സർവീസ് എന്ന് പറയുന്നത്. അഫോർഡബിൾ കോസ്റ്റ് സ്വാഭാവികമായിട്ട് മാൻ പവർ കുറയുന്നതുകൊണ്ട് നമുക്ക് കോസ്റ്റ് അഫോർഡബിൾ ആയി മാറും. മൂന്നാമത്തത് എൻഹാൻസ്ഡ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് സെയിൽസ് പ്രൊമോഷൻ. ഇതിപ്പോ നേരത്തെ പറഞ്ഞ 2 പോയിന്റ്സിന്റെ ഒരു കോമ്പിനേഷൻ ആയിട്ട് തോന്നുന്നു. നേരത്തെ പറഞ്ഞ ഒരു പോയിന്റ് സെയിൽസിന്റെ ഫോർകാസ്റ്റ് ആണെങ്കിൽ, രണ്ടാമത്തെ പോയിന്റ് നമ്മൾ കണ്ടു കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, സുപ്പീരിയർ സർവീസിലൂടെ കസ്റ്റമറെ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. 2 പോയിന്റ്സിന്റെ ഒരു കോമ്പിനേഷൻ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വേറൊരു രീതിയിൽ അതിനെ ചിന്തിക്കുകയാണെങ്കിൽ, സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുന്ന ഒരു ആംഗിളിൽ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു മെഷീന് ഒരു കസ്റ്റമറുടെ മുന്നിൽ കസ്റ്റമറുടെ ആവശ്യം എന്താണ് എന്ന് അതിനെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ള ഓപ്ഷൻസ് പ്രസന്റ് ചെയ്ത് മനസ്സിലാക്കിക്കാൻ സാധിക്കും. ഉദാഹരണത്തിന്, നിങ്ങൾ ആമസോൺ പോലൊരു സൈറ്റിൽ കയറി നിങ്ങൾക്ക് ഒരു ലാപ്ടോപ്പ് വേണം എന്നുള്ള കാര്യമാണ് നിങ്ങൾ ആമസോണിലൂടെ വാങ്ങിക്കാൻ ശ്രമിക്കുന്നത് വിചാരിക്കുക, അല്ലെങ്കിൽ മൊബൈൽ വേണമെന്നാണ് വാങ്ങിക്കാൻ ശ്രമിക്കുന്നത് വിചാരിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഒരു മെയിൻ ആയിട്ടുള്ള ഇൻപുട്സ് നിങ്ങൾ കൊടുക്കുന്നു, നിങ്ങളുടെ മെയിൻ ഇൻപുട്സ് നിങ്ങൾ കൊടുക്കുന്നു. കൊടുത്തു കഴിയുമ്പോൾ ഇതൊരു കോൺവെർസേഷൻ നടക്കുകയാണല്ലോ. എന്താണ് നിങ്ങൾ വാട്ട് വുഡ് യു ലൈക്ക് ടു ബൈ ടുഡേ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു ലാപ്ടോപ്പ് സ്പെക്സ് എല്ലാം കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ അതിന്റെ സ്പെക്സ്, നിങ്ങൾക്ക് ആവശ്യമുള്ള സ്പെക്സ് എല്ലാം കൊടുക്കുന്നു. സ്പെക്സ് എല്ലാം കൊടുത്തു കഴിയുമ്പോൾ ഒരു 4, 5, 6, 7, 8 മൊബൈലിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വരുന്നു. അപ്പൊ നിങ്ങൾ ഒന്നുകൂടി അതെല്ലാം വായിച്ചു നോക്കിയിട്ട് പറയുന്നു, അല്ല എനിക്ക് ഇതിൽ 1ഉം 2ഉം ചേർന്ന ഒരു മൊബൈലാണ് വേണ്ടത്. അതായത് ഇത്ര MP ക്യാമറയും ഇത്ര MP ബാറ്ററിയും ഉള്ള ഒരു മൊബൈലാണ് വേണ്ടതെന്ന് പറഞ്ഞു കഴിയുമ്പോൾ മെഷീൻ അതിന്റെ കയ്യിലെ സ്റ്റോക്ക് നോക്കിയിട്ട് അതിനോട് സിമിലർ ആയിട്ടുള്ളതോ ആ ഓപ്ഷനോ കിട്ടാവുന്ന കാര്യം നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ ആയിട്ട് മെഷീൻ ഒരു കോൺവെർസേഷൻ നടത്തി തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. വാക്കാലുള്ള കോൺവെർസേഷൻ അല്ലെങ്കിലും വാക്കുകളാൽ ഉള്ള കോൺവെർസേഷൻ അല്ലെങ്കിലും ചില കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ സംസാരിക്കുന്നുണ്ട് മെഷീനായിട്ട്. ഈ ഓപ്ഷൻ നിങ്ങൾ നോക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ പറയുന്നു, ഈ ഓപ്ഷൻ ആണെങ്കിൽ ഇത് ഇന്ന പ്രൈസ് റേഞ്ചിൽ ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്നു. അപ്പൊ മെഷീൻ നിങ്ങൾക്ക് മറുപടി തരുന്നു, ആ പ്രൈസ് റേഞ്ചിൽ ഞങ്ങൾക്ക് ചോയ്സസ് ഇല്ല, നിയറസ്റ്റ് ചോയ്സസ് ഏതാണ് എന്നുള്ളത് വേറെ 3-4 കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. ഫൈനലി നിങ്ങൾ ഒരു തീരുമാനം എടുക്കുന്നു. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ കാണുന്നത് നിങ്ങളുടെ താല്പര്യം എന്താണെന്ന് മെഷീൻ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ആ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഓപ്ഷൻസ് തരുന്നു. നിങ്ങളുടെ ഓപ്ഷൻ മനസ്സിലാക്കുന്ന മെഷീൻ നിങ്ങളെ പരമാവധി ആ ഓപ്ഷനിലേക്ക് നിങ്ങൾക്ക് ചോയ്സസ് ഓഫർ ചെയ്യുന്നു. അതിന്റെ കയ്യിലുള്ള ചോയ്സസിനെ അത് പ്രൊമോട്ട് ചെയ്യുന്നു നിങ്ങളുടെ അടുക്കിലേക്ക്. നിങ്ങളുടെ ആവശ്യം മനസ്സിലാക്കിയിട്ടാണ് അതിന്റെ ചോയ്സസ് അത് പ്രൊമോട്ട് ചെയ്യുന്നത്. ഇന്നതൊക്കെയാണ് ചോയ്സസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെ നോക്കി കഴിയുമ്പോൾ ഒരു മെഷീന് നിങ്ങളുടെ അടുത്തേക്ക് ബുദ്ധിപരമായ ചോദ്യങ്ങൾ ചോദിക്കാനും, ഇനി അത് കഴിയുമ്പോൾ അത് ചോദിക്കും, നിങ്ങൾക്ക് ഇതിന്റെ കൂടെ ഇൻഷുറൻസ് വേണം. സ്വാഭാവികമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അതിനെ ട്രെയിൻ ചെയ്ത് പഠിപ്പിച്ചിരിക്കുന്നതാണ്. മൊബൈൽ വാങ്ങിച്ചാൽ കൂടുതൽ ഇൻഷുറൻസ് വേണം, സ്ക്രീൻ ഗാർഡ് വേണം, തെഫ്റ്റ് ഇൻഷുറൻസ് വേണം, ഇത്തരം കാര്യങ്ങൾ, മൊബൈലിന്റെ കേസ് വേണം. ഇത് കൂടി വാങ്ങിച്ചു കഴിഞ്ഞാൽ 280 രൂപ കൂടുതലിന് ഒരു കേസും കൂടെ നിങ്ങൾക്ക് കിട്ടുന്നു.
അപ്പൊ നിങ്ങൾ നോക്കി കഴിയുമ്പോൾ നിങ്ങളോട് ബുദ്ധിപരമായ ചോദ്യങ്ങൾ ചോദിക്കാനും നിങ്ങളുടെ ആവശ്യം മനസ്സിലാക്കാനും അതിനനുസരിച്ച് നിങ്ങൾക്ക് പേഴ്സണലി താല്പര്യമുള്ള നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള റെക്കമെൻഡേഷൻ നൽകാനും ഒരു മെഷീന് സാധിക്കുന്നുണ്ട്. ഇനി അത് മാത്രമല്ല, മെഷീൻ നിങ്ങൾക്ക് പല രീതിയിലുള്ള സെല്ലേഴ്സിന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരും. 100 മുതൽ 200 രൂപ വരെയൊക്കെ വ്യത്യാസമുള്ള പല സെല്ലേഴ്സിന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നു. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് വളരെ റിലയബിൾ ആയിട്ട് ക്ലൗഡ് ടെയിൽ എന്ന് പറയുന്ന സെല്ലറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നുണ്ടെങ്കിൽ, ഫുൾഫിൽഡ് ബൈ ആമസോൺ എന്ന് കാണുന്ന ഒരു സെല്ലറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാം. നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് പ്രവർത്തിക്കാൻ ഒരു മെഷീന് സാധിക്കുമെങ്കിൽ അതനുസരിച്ച് നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷൻ കൂടും, കമ്പനിക്ക് സെയിൽസ് കൂടും. ഇതാണ് എൻഹാൻസ്ഡ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് സെയിൽസ് പ്രൊമോഷൻ. ഇതിപ്പോ ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് മാത്രമല്ല, ഇപ്പോൾ വാക്കാൽ തന്നെ ഇത്തരം കാര്യങ്ങൾ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കും അല്ലെ. നമ്മൾ ചില സ്ഥാപനങ്ങളുടെ, ഞാൻ കഴിഞ്ഞ 2-3 മാസം മുന്നേ ഡെല്ലിന്റെ ഒരു കമ്പ്യൂട്ടർ വാങ്ങിക്കാൻ ശ്രമിക്കുന്നുണ്ടായി. കോൾ സെന്ററിലേക്ക് വിളിക്കുമ്പോൾ നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ കസ്റ്റമർ ആണോ, നിങ്ങൾ മറ്റ് ഇൻഡിവിജ്വൽ കസ്റ്റമർ ആണോ, അതിന്റെ ഫീഡ്ബാക്ക് കൊടുക്കുന്നു. അതിനുശേഷം നിങ്ങൾ പേഴ്സണൽ കമ്പ്യൂട്ടർ ആണോ വാങ്ങിക്കുന്നത്, അതല്ലെങ്കിൽ ലാപ്ടോപ്പ് ആണോ വാങ്ങിക്കുന്നത്, അതിന്റെ ഫീഡ്ബാക്ക് കൊടുക്കുന്നു. നിങ്ങളുടെ പ്രൈസ് റേഞ്ച് എത്രയാണ്, അല്ലെങ്കിൽ അവരുടെ 3-4 റേഞ്ചുകളുണ്ട്, വോസ്ട്രോ അത് ഇത് എന്നൊക്കെ പറഞ്ഞ് 3-4 റേഞ്ചുകളുണ്ട്, ടാറ്റിറ്റ്യൂഡ് ഇങ്ങനെ പറഞ്ഞു. ഇതിലേത് ചൂസ് ചെയ്യണം, അപ്പൊ അത് നമുക്ക് അറിയില്ല. അപ്പൊ അത് കഴിയുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഓരോരോ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ കടന്ന്, നിങ്ങൾ ഗെയിമിങ്ങിന് ഉപയോഗിക്കുന്ന ആളാണോ, നിങ്ങൾ പ്രൊഫഷണൽ യൂസ് ആണോ, ഇങ്ങനെയൊക്കെ നമ്മളെ ഗൈഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതായത് സിസ്റ്റത്തിന് അതൊരു IVRS ആണ്, ഇന്ററാക്റ്റീവ് വോയിസ് റെസ്പോൺസ് സിസ്റ്റം ആണെങ്കിൽ, നേരത്തെ പറഞ്ഞത് ഒരു കമ്പ്യൂട്ടറൈസ്ഡ് ചാറ്റ് സിസ്റ്റമാണ്. സിസ്റ്റം ഏതായാലും നിങ്ങളുടെ ആവശ്യം മനസ്സിലാക്കി അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യാനും, നിങ്ങൾക്ക് ചോയ്സസ് തരാനും, ആ ചോയ്സിലൂടെ നിങ്ങളെ തീരുമാനത്തിലെത്തിക്കാനും, നിങ്ങളുടെ ആവശ്യം നിറവേറ്റാനും, അങ്ങനെ സ്ഥാപനത്തിന്റെ സെയിൽസ് കൂട്ടാനും നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ കൂട്ടാനും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സഹായിക്കുന്നു. ഇതാണ് നെറ്റ്. അടുത്തത് പേഴ്സണലൈസ്ഡ് കണ്ടന്റ്. പേഴ്സണലൈസ്ഡ് കണ്ടന്റ് പറയുന്നത് കാര്യമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു കസ്റ്റമറുടെ ആവശ്യം മനസ്സിലാക്കുന്നു എന്നുള്ളത് കൂടാതെ തന്നെ കസ്റ്റമറുമായിട്ട് കസ്റ്റമർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ വേണ്ട കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാൻ ഒരു മെഷീന് സാധിക്കും. കസ്റ്റമർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ ഉദ്ദേശിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കസ്റ്റമർ പ്രത്യേക രീതിയിലുള്ള പർച്ചേസിങ്, ഇപ്പൊ ഓർഗാനിക് പ്രൊഡക്ട്സിന്റെ മാത്രം പർച്ചേസിംഗ് ആണ് നടത്തുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അയാളിലേക്ക് ഓർഗാനിക് പ്രൊഡക്ട്സിന്റെ കണ്ടന്റ് നിരന്തരമായി അയച്ചു കൊടുത്തുകൊണ്ടിരിക്കാൻ ഒരു സിസ്റ്റത്തിന് നിങ്ങൾക്ക് പ്രോഗ്രാം ചെയ്യാൻ സാധിക്കും. ഒരു കസ്റ്റമർ ഓർഗാനിക് പ്രൊഡക്ട്സ് മാത്രമാണ് വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കസ്റ്റമർ വർഷത്തിലൊരിക്കലും ഒരു സ്ഥലത്തേക്ക് ടൂർ പോകുന്നുണ്ടെങ്കിൽ, വേളാങ്കണ്ണിയിലേക്കോ അല്ലെങ്കിൽ ശബരിമലയിലേക്കോ, ടൂറല്ല പിൽഗ്രിമേജ് തീർത്ഥാടനം അങ്ങനെയൊക്കെ പോകുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള റിമൈൻഡേഴ്സ് നിങ്ങൾക്ക് അറിയിക്കാൻ സാധിക്കുന്നു. അപ്പൊ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, നേരത്തെ പറഞ്ഞത് സെയിൽസിന് വേണ്ടിയാണ്, ഇത് സെയിൽസിന് മുൻപുള്ള പ്രീ സെയിൽസ് കമ്മ്യൂണിക്കേഷൻ, അഡ്വർടൈസിങ്, മാർക്കറ്റിംഗ് ഒക്കെ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങളുടെ ടേസ്റ്റ് എന്താണ് എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച്, ഞാൻ നേരത്തെ ഏതോ ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നു, ഏതെങ്കിലും ഒരു അവസരത്തിൽ ഞാനൊരു സ്പോർട്സ് ഷൂ നോക്കിയെങ്കിൽ കഴിഞ്ഞ ഒരു 6 മാസത്തിനിടയിൽ ഞാൻ വേറെ സ്പോർട്സ് ഷൂ ഒന്നും അവരുടെ അടുത്ത് നിന്ന് വാങ്ങിയിട്ടില്ല എന്ന് ബോധ്യപ്പെടുന്ന കമ്പ്യൂട്ടർ പിന്നെ ഒരു മാസത്തിൽ 2 തവണ വീതം എനിക്ക് അയച്ചുകൊണ്ടിരിക്കും. അഡിദാസ് നോക്ക്, റീബോക്ക് നോക്ക്, അസിക്സ് നോക്ക്, ഇങ്ങനെ പറഞ്ഞ് അയച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഒരു ഡിസ്കൗണ്ട് ഓഫർ വരുമ്പോൾ 30% ഡിസ്കൗണ്ട്, നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാകുകയാണ് നമുക്ക് ഏത് 25,000 രൂപയുടെ ഷൂവിനാണ് 30% ഡിസ്കൗണ്ട്. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് പല രീതിയിൽ നമ്മൾക്ക് നമ്മുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കി പേഴ്സണലൈസ് ചെയ്ത കണ്ടന്റ് നമുക്ക് പ്രസന്റ് ചെയ്യാൻ ഇതിന് സാധിക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലൂടെ നമ്മളോട് സംസാരിക്കാൻ കമ്പ്യൂട്ടേഴ്സിന് സാധിക്കുന്നു. അപ്പൊ ഇതിനാണ് നമ്മൾ പറയുന്നത്, നമ്മൾക്ക് വേണ്ടത് എന്താണ് എന്ന് മനസ്സിലാക്കി അത് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്, പേഴ്സണലൈസ്ഡ് സർവീസ് നൽകുക എന്നുള്ളത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കൊണ്ട് പോസിബിൾ ആകുന്ന ഒരു കാര്യമാണ്. ഈ പോയിന്റ്സ് എല്ലാം പരസ്പരം കണക്ട് ചെയ്ത് കിടക്കുന്ന പോയിന്റ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പോയിന്റ്സിന്റെ എണ്ണം കൂടുന്നു എന്നൊരു കാര്യം ഉണ്ടെങ്കിലും മിക്കവാറും പോയിന്റ്സ് ഇന്റർ കണക്റ്റഡ് ആയിട്ടാണ് വരുന്നത്. ഉദാഹരണത്തിന് ആദ്യത്തേത് സെയിൽസ് ഫോർകാസ്റ്റിംഗ് ആണ്, മൂന്നാമത്തേത് സെയിൽസ് പ്രൊമോഷൻ കയറി വരുന്നുണ്ട്, രണ്ടാമത്തേത് സുപ്പീരിയർ സർവീസ് അറ്റ് അഫോർഡബിൾ കോസ്റ്റ് വരുന്നുണ്ട്, മൂന്നാമത്തേത് എൻഹാൻസ്ഡ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, പേഴ്സണലൈസ്ഡ് കണ്ടന്റ് വരുന്നുണ്ട്. എല്ലാം പരസ്പരം ബന്ധിതമായ പോയിന്റ്സ് ആണ് വരുന്നത്. പോയിന്റ് 5 ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇൻ മാർക്കറ്റിംഗ്. ഇവിടെ മാർക്കറ്റിംഗ് എന്ന് പറയുന്നതെങ്കിലും പ്രധാനമായിട്ടും നമ്മളുടെ അഡ്വർടൈസിംഗ് മണി എങ്ങനെ സ്പെൻഡ് ചെയ്യണം എന്നുള്ളതിനായിട്ടാണ് വിരൽ ചൂണ്ടുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലെ ഡാറ്റ അനാലിസ്റ്റിക് കപ്പാസിറ്റി മൂലം നമ്മൾ എവിടെ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ചും എവിടെ നമ്മൾ അഡ്വർടൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കൂടുതൽ റെസ്പോൺസ് കിട്ടുന്നു എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം.
റെസ്പോൺസ് എന്ന് പറയുന്നത് നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങുന്ന ഒരു റെസ്പോൺസിലേക്ക് എത്തണം എന്ന് തന്നെ ഇല്ല. എത്ര പേര് നമ്മളുടെ ആഡ് കാണുന്നു, എത്ര പേര് ആ കണ്ടന്റിന്റെ, എത്ര പേര് ആ ആഡിൽ എത്ര സമയം സ്പെൻഡ് ചെയ്യുന്നു, അതിൽ സ്ത്രീ എത്ര പുരുഷൻ എത്ര, ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അനാലിറ്റിക്സിലൂടെ കിട്ടുന്നുണ്ട്. നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ അഡ്വർടൈസ്മെന്റ്സിന്റെ ഡീറ്റെയിൽഡ് അനാലിറ്റിക്സ് എടുത്തു കഴിഞ്ഞാൽ കണ്ടത് സ്ത്രീയോ പുരുഷനോ, എപ്പോൾ കണ്ടു, എത്ര സമയം വീതം കണ്ടു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കംപ്ലീറ്റ് കിട്ടും. ഇതിലൂടെ നമ്മൾക്കുണ്ടാകുന്ന മെച്ചം, അഡ്വർടൈസർ എന്നല്ലെങ്കിൽ നമ്മൾക്കുണ്ടാകുന്ന മെച്ചം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാക്കാം ഏത് മീഡിയയാണ് കസ്റ്റമറോട് കൂടുതൽ എൻഗേജ് ചെയ്യുന്നത്, ഏത് മീഡിയയാണ് കസ്റ്റമർ കൂടുതൽ കാണുന്നത്, ഏത് മീഡിയയിലാണ് കസ്റ്റമർ കൂടുതൽ സമയം ചെലവഴിക്കുന്നത്, ഏത് മീഡിയയിലൂടെ വരുന്ന റെസ്പോൺസുകൾക്കാണ് കൂടുതൽ സെയിൽസ് നമുക്ക് കിട്ടുന്നത്, എന്തുമാത്രം ഡീറ്റെയിൽ നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ നമുക്കറിയാം. അപ്പൊ ഈ ഓരോ മീഡിയയിലും നമ്മൾ എത്ര വീതം സ്പെൻഡ് ചെയ്യണം എന്നുള്ളത് നമുക്ക് പല രീതിയിൽ നമുക്ക് തീരുമാനിക്കാം. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏത് മീഡിയയിൽ എത്ര തവണ കസ്റ്റമേഴ്സ് അതിലേക്ക് ഇടപഴകി എന്നുള്ളത് അറിയാം. പേപ്പർ ക്ലിക്ക് എന്നൊക്കെ പറഞ്ഞൊരു ടെക്നിക്ക് ഉണ്ട്, നമ്മൾ അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് പഠിക്കും. പേപ്പർ ക്ലിക്ക് എന്ന് പറയുമ്പോൾ നമ്മളുടെ സൈറ്റിന്റെ URL-ൽ, നമ്മളുടെ സൈറ്റിന്റെ ID-യിൽ അല്ലെങ്കിൽ നമ്മളുടെ ആഡിൽ എത്ര ക്ലിക്ക് കസ്റ്റമർ ചെയ്തു, കസ്റ്റമർ ക്ലിക്ക് ചെയ്യുന്നത് അത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയായിരിക്കും അല്ലെ. ഒരു ആഡിന്റെ ഒരു തമ്പനയിൽ കണ്ടാൽ അത് ക്ലിക്ക് ചെയ്താലാണ് അത് ഓപ്പൺ ആകുന്നു. അപ്പൊ എത്ര ക്ലിക്സ് നമ്മളുടെ ആഡിന് കിട്ടുന്നു, എത്ര ടൈം ക്ലിക്ക് ചെയ്ത കസ്റ്റമർ അതിൽ നിൽക്കുന്നു, ഈ നിൽക്കുന്ന കസ്റ്റമർ ആണാണോ പെണ്ണാണോ, ഈ നിൽക്കുന്ന കസ്റ്റമർ പിന്നീട് അത് വാങ്ങാൻ ശ്രമിച്ചിട്ടുണ്ടോ, അതിനെക്കുറിച്ച് വേറെ സൈറ്റുകളിൽ പരതിയിട്ടുണ്ടോ, ഇത്ര കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. അപ്പൊ ഏത് സൈറ്റിലാണ് കസ്റ്റമർ നമ്മളുടെ ആഡ്സ് കൂടുതൽ ക്ലിക്ക് ചെയ്തിരിക്കുന്നത്, സ്വാഭാവികമായിട്ട് ആ സൈറ്റിൽ നമ്മൾ കൂടുതൽ റിസപ്ഷൻ ഉണ്ടെന്ന് അർത്ഥം, നമ്മൾ അവിടെ കൂടുതൽ മണി സ്പെൻഡ് ചെയ്യുന്നതിൽ തെറ്റില്ല. ഇതാണ് പേപ്പർ ക്ലിക്ക് എന്ന് പറയുന്ന അഡ്വർടൈസിംഗ് ടെക്നിക്ക് നമ്മളുടെ മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട് വരുന്നത്. നമ്മൾ എവിടെ മാർക്കറ്റിംഗ് മണി സ്പെൻഡ് ചെയ്യണം, കമ്മ്യൂണിക്കേഷൻ മണി സ്പെൻഡ് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മളെ സഹായിക്കാൻ സാധിക്കും. ബിസിനസ്സിന് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഉദാഹരണമാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. കസ്റ്റമർക്ക് പ്രധാനപ്പെട്ടതല്ല, ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം എവിടെ അഡ്വർടൈസിംഗ് മണി സ്പെൻഡ് ചെയ്താലാണ് കൂടുതൽ ഫലം ലഭിക്കുക എന്നുള്ളത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് നൽകാൻ കഴിയുന്ന ഒരു സഹായമാണ്. അടുത്തത് കസ്റ്റമർ സർവീസ്. നമ്മൾ വീണ്ടും സർവീസിലേക്ക് വരികയാണ്. 2 പോയിന്റ് മുന്നേ സുപ്പീരിയർ സർവീസ് എന്ന് പറഞ്ഞ പോലെയാണ് കസ്റ്റമർ സർവീസിലേക്ക് വീണ്ടും വരുന്നു. സ്ട്രീം ലൈൻഡ് കസ്റ്റമർ സർവീസ് പോസിബിൾ ആണ്. പ്രത്യേകിച്ച് വലിയ അപ്ലയൻസസ് വാങ്ങിക്കുന്ന കസ്റ്റമേഴ്സിന് സർവീസ് റിമൈൻഡേഴ്സ് സെറ്റ് ചെയ്യാൻ സാധിക്കും. മെഷീൻ കസ്റ്റമറോട് സംസാരിക്കും, നിങ്ങളുടെ സർവീസ് ടൈം ഡ്യൂ ആയിട്ടുണ്ട്, ഒന്നെങ്കിൽ ഒരു അലാമിലൂടെയോ, ഓട്ടോമൊബൈൽസിന് വെഹിക്കിൾസിനൊക്കെ ഒരു അലാം ഉണ്ട്, സർവീസ് ഡ്യൂ ആയി കഴിഞ്ഞാൽ ഒരു സർവീസ് റെഡി സിഗ്നല് നമുക്ക് പലപ്പോഴും കിട്ടുന്നുണ്ട്. അതല്ലെങ്കിൽ കസ്റ്റമറുടെ ഡിവൈസസിലൂടെയോ, കസ്റ്റമറുടെ പേഴ്സണലൈസ്ഡ് ഡിവൈസിലൂടെയോ, നമുക്ക് ഇമെയിലിലൂടെയോ, അതല്ലെങ്കിൽ നമ്മുടെ മൊബൈലിലോ നമുക്കൊരു അപ്ഡേറ്റ് വരും, അവരുടെ ആപ്പിൽ നിന്നൊരു അപ്ഡേറ്റ് വരും, നിങ്ങളുടെ സർവീസ് ഡ്യൂ ആണ്. സർവീസിന് വേണ്ട പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ്, ഇത്ര കിലോമീറ്റർ അല്ലെങ്കിൽ ഇത്ര ടൈം കഴിയുമ്പോഴാണ് സർവീസ് ഒക്കെ വെഹിക്കിൾസിന് സെറ്റ് ചെയ്യുക. അപ്പൊ ആ സർവീസ് പാരാമീറ്റേഴ്സ് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് റിമൈൻഡർ തരും. പാരാമീറ്റേഴ്സ് അനുസരിച്ച് നമ്മൾ കൊണ്ടുപോകേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. പിന്നെ ഏതെല്ലാം സാഹചര്യങ്ങളിലാണ് നമുക്ക് സർവീസിന്റെ കോസ്റ്റുകൾ എത്രയൊക്കെ കണ്ടു മാറുന്നു, ഇങ്ങനെയുള്ള സർവീസുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ്, ഇതൊക്കെയാണ് നമ്മൾ സർവീസ് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് റീപ്ലേസ്മെന്റിന് എത്ര കോസ്റ്റ് വരുന്നു, എത്ര ടൈമിൽ നമ്മൾ സർവീസ് ചെയ്യണം, അല്ലെങ്കിൽ എത്ര കിലോമീറ്ററിൽ നമ്മൾ സർവീസ് ചെയ്യണം, സർവീസ് ചെയ്തില്ലെങ്കിലത്തെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ആണ് സർവീസ് പാരാമീറ്റേഴ്സിൽ വരുന്നത്. അതുപോലെ നമ്മളുടെ കൊണ്ട് ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ വണ്ടിയുടെ അല്ലെങ്കിൽ നമ്മുടെ അപ്ലയൻസിന്റെ സർവീസ് ഹിസ്റ്ററി അവർക്ക് മനസ്സിലാക്കാൻ, മുമ്പ് പ്രോബ്ലംസ് ഉണ്ടായിരുന്ന ഇതാണോ, അപ്പൊ അതനുസരിച്ച് കണ്ടിന്യൂസ് ആയിട്ട് റീപ്ലേസ്മെന്റ്സ് വരുന്നുണ്ടോ, ഒരേ ഘടകത്തിന് കണ്ടിന്യൂസ് ആയിട്ട് റീപ്ലേസ്മെന്റ്സ് വരുന്നുണ്ടെങ്കിൽ നമുക്കത് ചെക്ക് ചെയ്യാം. വാറണ്ടി പീരീഡിനകത്താണോ പുറത്താണോ. അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മുടെ സർവീസ് ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. റിയൽ ടൈം പോലും പല ഡിവൈസസിൽ നിന്നും ഫീഡ്ബാക്ക് സെൻട്രൽ സെർവറുകളിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. റിയൽ ടൈം ആയിട്ട് അവർക്ക് സെൻട്രൽ സെർവറിലേക്ക് നമ്മളുടെ വാഹനത്തെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എടുത്തുകൊണ്ട് പോകാൻ സാധിക്കുന്നു. അപ്പൊ ഇത്തരം കാര്യങ്ങളിലൂടെ നമുക്ക് കൃത്യമായിട്ട് സർവീസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇതുവഴി നമ്മളുടെ കസ്റ്റമറുടെ കയ്യിൽ നിന്ന്, അത് മാത്രം കൂടാതെ തന്നെ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് വാങ്ങിയ ഉൽപ്പന്നത്തെ കുറിച്ചുള്ള ഫീഡ്ബാക്ക് എടുക്കാൻ സാധിക്കുന്നുണ്ട്. ഈ ഫീഡ്ബാക്ക് പ്രോസസ് ചെയ്യാൻ സാധിക്കും. സർവീസിനെ കുറിച്ചുള്ള ഫീഡ്ബാക്ക് എടുക്കാൻ സാധിക്കുന്നുണ്ട്. ഓരോ തവണ സർവീസ് എടുക്കുമ്പോൾ നമുക്ക് ഒരു പണ്ടൊക്കെ ഫോൺ കോളിലൂടെയാണ് ഫീഡ്ബാക്ക് എടുത്തിരുന്നത്. ഇപ്പോൾ ഒക്കെ നമുക്ക് മെസ്സേജിലേക്കോ മെയിലിലേക്കോ ഒക്കെ നമുക്ക് ഒരു മെസ്സേജ് വരും, നിങ്ങൾ റേറ്റ് ചെയ്യണം, സ്റ്റാർ എത്ര കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ മെസ്സേജ് വരുന്നു. അപ്പൊ ഇതിൽ നിന്നെല്ലാം നമുക്ക് ഡേറ്റ കളക്ട് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ഒരു ലോ സ്റ്റാർ ലോ റേറ്റിംഗ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ഫോൺ കോളായി, എന്താണ് നിങ്ങളുടെ ഇതിനുള്ള റീസൺ. ഉടനെ അത് നിങ്ങളുടെ CRM കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയറിലേക്ക് പോകുന്നു.
നിങ്ങളുടെ വെഹിക്കിളിന് കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന പ്രശ്നങ്ങൾ എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ അപ്ലയൻസിന് കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന പ്രശ്നം എന്താണ് എന്ന് അവർ പ്രൊആക്റ്റീവായിട്ട്, നല്ല സ്ഥാപനങ്ങളാണെങ്കിൽ നിങ്ങളോട് വന്ന് അന്വേഷിക്കും. അപ്പൊ നിങ്ങളും അവരും തമ്മിൽ ചിലപ്പോൾ ചെറിയ കാര്യമായിരിക്കും, പക്ഷെ നിങ്ങൾ വന്ന് അവരുടെ അടുത്ത് അവർക്കൊരു ചെവി കൊടുക്കുന്നു, അവരുടെ പ്രശ്നം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു, ഒരു പോസിബിൾ സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുന്നു എന്നുണ്ടെങ്കിൽ തന്നെ പല കസ്റ്റമർ താല്പര്യം തോന്നും. അപ്പൊ അതനുസരിച്ച് അവര് റിലേഷൻഷിപ്പിന് തയ്യാറാകും. ഒരു കസ്റ്റമർ നിങ്ങളുടെ സ്ഥാപനത്തോട്, നിങ്ങളുടെ കമ്പനിയോട് ഒരു റിലേഷൻഷിപ്പ് കൊടുക്കുകയാണെങ്കിൽ അതിൽ പരം ആ കമ്പനിക്ക് ഗുണകരമായിട്ട് മറ്റൊന്നുമില്ല. കാരണം അതേ കസ്റ്റമറിൽ നിന്ന് റിപ്പീറ്റ് പർച്ചേസോ അതല്ലെങ്കിൽ ആ കസ്റ്റമറുടെ റെഫറൻസിലൂടെ മറ്റ് കസ്റ്റമേഴ്സോ വരാനും വരാതിരിക്കാനും ഉള്ള സാധ്യതകൾ ആണ് നമുക്ക് ഉണ്ടാവുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു നല്ല റിലേഷൻഷിപ്പ് കസ്റ്റമറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ, കസ്റ്റമർ സർവീസ് ഇഫക്റ്റീവായിട്ട് നടപ്പിലാക്കാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സഹായിക്കുന്നു. അപ്പൊ ഇത്രയുമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബിസിനസ്സിൽ കൈയാളുന്ന ചില മേഖലകൾ. നമുക്കത് ഒന്നുകൂടി റിവൈസ് ചെയ്ത് നോക്കാം. ആദ്യത്തേത് സെയിൽസ് ഫോർകാസ്റ്റിംഗ്, രണ്ടാമത്തേത് സുപ്പീരിയർ സർവീസസ് അറ്റ് അഫോർഡബിൾ കോസ്റ്റ്, മൂന്നാമത്തേത് എൻഹാൻസ്ഡ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് സെയിൽസ് പ്രൊമോഷൻ, ഫോർത്ത് ഈസ് പേഴ്സണലൈസ്ഡ് കണ്ടന്റ്, ഫിഫ്ത്ത് ഈസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇൻ മാർക്കറ്റിംഗ്, സിക്സ്ത് ഈസ് കസ്റ്റമർ സർവീസ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ 3.34 എന്ന് പറയുന്ന ക്ലാസ്സിൽ നമ്മൾ പുതിയൊരു ടോപ്പിക്കിലേക്ക് മാറും. ഇന്റലിജന്റ് ഏജൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിലേക്കാണ് നമ്മൾ അടുത്തതായി പോകുന്നത്. ഇന്റലിജന്റ് ഏജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ ആരാണ്, അവയുടെ റോൾ എന്താണ്, ഇവിടെ ഫീച്ചേഴ്സ്, ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. Until we meet up for that, goodbye and thanks.